സംഘപരിവാർ ഉയർത്തിയ വിദ്വേഷ രാഷ്ട്രീയത്തിന് ഇന്ത്യയുടെ ജനാധിപത്യ മതനിരപേക്ഷ മണ്ണിൽ സ്ഥാനമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ വലിയ വിജയം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഒരു പ്രീപോൾ അലയൻസ് ഇന്ത്യയിൽ രൂപപ്പെടേണ്ടതുണ്ട് എന്ന് ശക്തമായി വെൽഫെയർ പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2019 തെരഞ്ഞെടുപ്പിൽ വലിയ പ്രവർത്തനം അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉൾപ്പെടെ നടത്തിയിരുന്നു. ഏതായിരുന്നാലും സന്തോഷകരമായൊരു റിസൾട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ അലയൻസിന് നേതൃത്വം കൊടുത്ത നേതാക്കളെയും പാർട്ടി പ്രവർത്തകരെയും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക സംഘടനാ നേതാക്കളെയുമൊക്കെ വെൽഫെയർ പാർട്ടി വളരെ സന്തോഷപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഒരു ഭയം മുറ്റി നിന്നിരുന്ന സാഹചര്യമായിരുന്നു കഴിഞ്ഞ 10 വർഷം ഇന്ത്യയിലുണ്ടായിരുന്നത്. വിദ്വേഷ രാഷ്ട്രീയം അതിൻ്റെ എല്ലാ പരിധികളും ലംഘിച്ച് ഇന്ത്യ രാജ്യത്ത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാർ മുന്നോട്ട് പോയി. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുമ്പൊരു രാഷ്ട്രീയ നേതാവും നടത്തിയിട്ടില്ലാത്ത വിധമുള്ള വിദ്വേഷ പ്രചരണം രാജ്യത്തുടനീളം നടത്തി. അത് വ്യാപകമായ സ്വഭാവത്തിൽ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ചർച്ചയാകുകയും ചെയ്തു. അതേപോലെ തന്നെ ജനങ്ങളുടെ മുമ്പിൽ ഭരണ നേട്ടങ്ങളോ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളോ ഉന്നയിക്കുന്നതിനു പകരം മുസ്ലിം വിരുദ്ധതയും ബാബരി മസ്ജിദ് എന്ന സ്വഭാവത്തിൽ വരെ പ്രചരണങ്ങൾ നടത്തി. ജനങ്ങൾ ഇതിനെയെല്ലാം പുച്ഛിച്ചു തള്ളിക്കൊണ്ടാണ് ശ്രദ്ധേയമായ വിജയം ഇന്ത്യ മുന്നണിക്ക് നൽകിയത്. അയോധ്യ ഉൾക്കൊള്ളുന്ന ഫൈസാബാദ് റിസൾട്ട് നമ്മുടെ മുമ്പിലുണ്ട്. നരേന്ദ്രമോദിയുടെ തന്നെ വിജയത്തിൽ 10 ലക്ഷം ഭൂരിപക്ഷം പ്രവചിച്ചും പ്രതീക്ഷിച്ചും മുന്നോട്ട് പോയിട്ട് കൂപ്പുകുത്തിയ വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെ വളരെ ശ്രദ്ധേയമായൊരു വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി നേടിയിരിക്കുകയാണ്. അതിൽ ചില വിജയങ്ങളേറെ പ്രശംസനീയമായ ചുവടുവെപ്പുകൾ ഇന്ത്യ രാജ്യത്ത് പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഫൈസാബാദിലെ വിജയം ഞാനിവിടെ സൂചിപ്പിച്ചു. കർഷക സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ച ഗലിംപൂരിലെ ശ്രദ്ധേയമായ വിജയം നമ്മുടെ മുമ്പിലുണ്ട്. ഭരണകൂട ഭീകരതയുടെ ഇരയായ UAPAയുടെ പേരിൽ ജയിലിലടക്കപ്പെട്ട ഒരു ബഹുമാന്യ സ്ഥാനാർത്ഥിയുടെ വിജയം നമ്മുടെ മുമ്പിലുണ്ട്. ചന്ദ്രശേഖർ ആസാദിന്റെ ശ്രദ്ധേയമായ വിജയം നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച ശ്രദ്ധേയമായ ഒരു റിസൾട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറെ കൂടി ഭരണഘടനാ സ്ഥാപനങ്ങളും മറ്റുമൊക്കെ സുതാര്യമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, ഇലക്ഷൻ കമ്മീഷൻ നിയന്ത്രിക്കേണ്ടതിനെയൊക്കെ നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയ റിസൾട്ടിലേക്ക് പോകുമായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. തീർച്ചയായും ഇത് ഇന്ത്യയിലെ ഒരു മാറ്റത്തിന്റെ സൂചനയാണ്. വിദ്വേഷ രാഷ്ട്രീയത്തിന് ഇന്ത്യൻ മണ്ണിൽ പ്രത്യേകിച്ച് സ്ഥാനങ്ങളില്ല എന്നുറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യൻ ജനത ചെയ്തിരിക്കുന്നത്. തീർച്ചയായും അത് ഇന്ത്യയുടെ പാരമ്പര്യമാണ്, ഇന്ത്യയുടെ കരുത്താണ്. 2019 ഇത്തരമൊരു കൂട്ടായ്മ രൂപപ്പെട്ടില്ല എന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ വിജയത്തിന് വീണ്ടും വഴിയൊരുക്കിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ ഒരു വലിയ വിധി ഇന്ത്യയിലെ പിന്തുണയെ പോസിറ്റീവായി എടുത്തുകൊണ്ട് ശക്തമായ ചുവടുവെപ്പുകൾക്ക് ഇന്ത്യ മുന്നണിയും കൂടെയുള്ള MPമാരും തയ്യാറാകണമെന്ന് കൂടിയാണ് വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ 10 വർഷം എന്തൊക്കെ ജനവിരുദ്ധവും ന്യൂനപക്ഷ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ നിലപാടുകളാണ് നരേന്ദ്രമോദിയും അമിത്ഷായും എടുത്തത് എന്ന് നമുക്കറിയാം. അതിനെതിരെ ജനം നിലകൊള്ളുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയും അതുപോലെ തന്നെ അതിന്റെ ഭാഗമായ MPമാരുമൊക്കെ ജനതാൽപര്യം ഉയർത്തിപ്പിടിച്ചു ആ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കണം എന്നു തന്നെയാണ് നമുക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഈ സംഘപരിവാർ ഇന്ത്യ രാജ്യത്ത് കുത്തിവെച്ച ഭരണകൂടം പ്രയോജനപ്പെടുത്തി ഇന്ത്യ രാജ്യത്ത് കുത്തിവെച്ച വിഷം ഇറക്കിയെടുക്കാനുള്ള, അതിൽ നിന്ന് രാജ്യത്തെ രക്ഷിച്ചെടുക്കാനുള്ള വലിയ സന്ദർഭം കൂടിയായിട്ടാണ് ഈ 5 വർഷത്തെ നമ്മൾ കാണുന്നത്. അത് വളരെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ ഇന്ത്യ മുന്നണിക്ക് കഴിയണം എന്നാണ് വെൽഫെയർ പാർട്ടിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ചില പാർട്ടികൾ കൂടി ഇന്ത്യ മുന്നണിയുടെ കൂടെ വരേണ്ടതായിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മുടെ നിലപാട്.
RSSന്റെ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ കൂടെ നിൽക്കാൻ കഴിയാത്ത പാർട്ടികൾ പോലും രാഷ്ട്രീയ സാഹചര്യങ്ങളാലോ അധികാര സ്ഥാനങ്ങളെക്കുറിച്ചുള്ള താല്പര്യങ്ങളാലോ വെച്ചുകൊണ്ട് ഇപ്പോൾ NDAയുടെ കൂടെയുണ്ട്. അത് നമുക്കറിയാം അത്തരം പാർട്ടികളെ കുറിച്ച്. അത്തരം പാർട്ടികളെയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വലിയ സ്വഭാവത്തിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നമുക്ക് അഭിപ്രായപ്പെടാനുള്ളത്. അതോടൊപ്പം ഒരു ആശയപരമായ കുറെ കൂടി വലിയ ഡെവലപ്മെന്റ് ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായി വരേണ്ടതുണ്ട്. പ്രത്യേകിച്ചും സംഘപരിവാറിന്റെ ഇരകളാക്കപ്പെട്ട കമ്മ്യൂണിറ്റികളെ കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇവിടത്തെ സംഘപരിവാർ RSSന്റെ ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നടത്തിയ നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനും അതിനെതിരെ പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ പൊരുതാനുമുള്ള ഒരു വലിയ മുന്നേറ്റം ഇന്ത്യ രാജ്യത്ത് രൂപപ്പെട്ടു വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വെൽഫെയർ പാർട്ടി ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണിയെ പിന്തുണക്കുക എന്ന നിലപാട് എടുക്കുകയും അതിശക്തമായ പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ സാധ്യതയനുസരിച്ച് എല്ലായിടങ്ങളിലും നിർവഹിക്കുകയും ചെയ്തതിന്റെ കൂടി റിസൾട്ടാണ് ഇത് എന്നും നമുക്ക് കാണാം. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി UDFനെ പിന്തുണക്കാനായിരുന്നു തീരുമാനിച്ചത്. തിരുവനന്തപുരത്ത് തന്നെ ഞാൻ ആ വിഷയം നിങ്ങളുമായി ചർച്ച ചെയ്തതാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിജയവും അതൊരു വലിയ ആ ഒരു നിലപാടിനുള്ള അംഗീകാരമായിട്ടാണ് പാർട്ടി മനസ്സിലാക്കുന്നത്. അഥവാ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി കേരളത്തിലില്ല എന്നാണ് അന്ന് CPM ഒക്കെ സംസാരിച്ചത്. പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയിലെ രണ്ട് കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന രീതിയാണ് ഉണ്ടായത്. അതിലൊക്കെ പ്രചരണ ഘട്ടത്തിലൊക്കെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത പല പ്രചരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഖേദകരമായ കാര്യമാണ്. കേരളത്തിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത പല പ്രചരണങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് കേരളത്തിൽ ഉൾപ്പെടെ UDFനെ പിന്തുണക്കുന്ന ഘട്ടത്തിൽ നമ്മൾ പ്രഖ്യാപിച്ചത് കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടണം എന്ന നിലപാടായിരുന്നു. ആ നിലപാടിനും കേരളം നൽകിയ അംഗീകാരമാണ് UDFന്റെ വലിയ വിജയം എന്നാണ് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നത്. ഈ വിജയത്തിനിടയിലും തൃശൂരിൽ സംഭവിച്ച RSSന്റെ അല്ലെങ്കിൽ BJPയുടെ വിജയം കേരളത്തിലെ ഒരു വലിയ വിഷയമാണ് എന്ന് തന്നെ നമുക്കറിയാം. കേരള രാഷ്ട്രീയത്തിൽ താമര വിരിയില്ല എന്നായിരുന്നു ഇന്ത്യയിലെ ഇടതു മുന്നണികൾ ശക്തമായി പ്രഖ്യാപിച്ചത്. RSS, സംഘപരിവാർ, BJP വളരെ ശക്തമായി പ്രവർത്തിച്ചതിന്റെയും വളരെ കൃത്യമായ ചില സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെയൊക്കെ ഭാഗമായിട്ട് തൃശ്ശൂരിൽ വിജയിക്കുകയുണ്ടായി. സൂക്ഷ്മമായ പഠനം ഈ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ LDF, UDF മുന്നണികൾ നടത്തണം. അതിനെക്കുറിച്ച് എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള വിശകലനം കൃത്യമായി നടത്തേണ്ടതുണ്ട് എന്നാണ് വെൽഫെയർ പാർട്ടിയുടെ അഭിപ്രായം. കാരണം UP ഉൾപ്പെടെ അഥവാ യോഗി ആദിത്യനാഥിന്റെ UPയിൽ താമര കടപുഴകുമ്പോൾ BJP വിയർക്കുമ്പോൾ കേരളത്തിൽ മറ്റൊരു സമവാക്യം രൂപപ്പെടുന്നു എന്നത് അപകടകരമായ സൂചനയാണ്. അത് തൃശ്ശൂർ മാത്രമല്ല, വലിയ വോട്ട് ബാങ്കിൽ വോട്ടിംഗ് പാറ്റേണിൽ ഉണ്ടായ ചേഞ്ച്, വോട്ടിംഗിന്റെ വർധനവ്, ഇതിനെക്കുറിച്ചൊക്കെ സൂക്ഷ്മമായ വിലയിരുത്തലുകൾ കേരളത്തിലെ മുന്നണികൾ നടത്തേണ്ടതുണ്ട്. എന്തുകൊണ്ട് അത്തരം സംഗതികൾ സംഭവിക്കുന്നു? കേരളത്തിലെ സമുദായ സംഘടനകൾ, ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങൾ, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളൊക്കെ കുറെ കൂടി സൂക്ഷ്മമായ വിലയിരുത്തലുകൾ ഈ വിഷയത്തിൽ നടത്തണം എന്നാണ് വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തെറ്റായ ജനവിരുദ്ധമായ ന്യൂനപക്ഷ വിരുദ്ധമായ നിലപാടുകൾക്കേറ്റ പ്രഹരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എത്ര ജനവിരുദ്ധമായ നിലപാടുകളാണ് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സവർണ സംവരണം ഉൾപ്പെടെ പലതും കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. പല രീതിയിൽ ജനവിരുദ്ധമായ സ്വഭാവത്തിൽ മുന്നോട്ട് പോയ ഇടതുപക്ഷത്തിനെതിരായ ജനവിധി കൂടിയാണ് UDFന് നൽകിയ വലിയ വിജയം എന്നാണ് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നത്. വിഭാഗീയതയും വിദ്വേഷ പ്രചരണങ്ങൾക്കും സാമുദായിക വൈകാരികതകൾ സൃഷ്ടിക്കുന്നതിനുമപ്പുറം സൂക്ഷ്മമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്കും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിലേക്കും കേരള ജനത എത്തിയെന്നതുകൂടി ഈ UDFന്റെ വലിയ വിജയത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. അഥവാ ഇന്ത്യ എന്ത് പ്രതീക്ഷിക്കുന്നു, ഇന്ത്യ രാജ്യം എങ്ങനെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു, അതിലേക്ക് ചേർന്ന് നിന്നുകൊണ്ടുള്ള റിസൾട്ടാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിൽ മൃദുഹിന്ദുത്വം സമീപനം സ്വീകരിക്കുന്ന സമീപനങ്ങളിൽ നിന്ന് എല്ലാ പാർട്ടികളും പിന്മാറണമെന്ന മെസ്സേജ് കൂടി ഇതിലുണ്ട്. അതേപോലെ തന്നെ അമിത്ഷാ നടത്തിയ വലിയ ജനവിരുദ്ധ പ്രവർത്തനങ്ങളുണ്ട്, ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുണ്ട്. ഇതിൽ രാഷ്ട്രീയ പാർട്ടികളെ കൈകാര്യം ചെയ്യുന്ന EDയും മറ്റുമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിയ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. അതിനെല്ലാം ഉള്ള തിരിച്ചടിയാണിത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷം സംഘ്പരിവാറും BJPയും ഒക്കെ തല്ലിക്കൊന്ന നിരവധി മനുഷ്യരുണ്ട്. കൽബുർഗി മുതൽ നിരവധിയായ മതനിരപേക്ഷ ജനാധിപത്യ പോരാട്ടത്തിന് മുന്നിൽ നിന്ന മാധ്യമപ്രവർത്തകർ, വലിയ മനുഷ്യർ, അവരുടെ രക്തസാക്ഷിത്വത്തിന് ഉള്ള വലിയ അംഗീകാരവും അതിന്റെ പ്രതികളായ സംഘ്പരിവാറിനെതിരായ പ്രതിരോധവും പ്രതിഷേധവുമാണ് ഈ വിധിയിൽ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിരവധിയായ പശുവിന്റെ പേരിൽ മറ്റുമൊക്കെ കൊല ചെയ്യപ്പെട്ട മുസ്ലിം ന്യൂനപക്ഷങ്ങളുണ്ട്, പല ചെറുപ്പക്കാരുണ്ട്. അതിനെയൊക്കെ അതിശക്തമായ പ്രതിഷേധമായി ഒരു പ്ലാറ്റ്ഫോം രൂപപ്പെട്ടപ്പോൾ ഇന്ത്യയിലെ ജനത അംഗീകരിക്കുകയും ആ പ്ലാറ്റ്ഫോമിനൊപ്പം നിന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതോടൊപ്പം തന്നെ മീഡിയകളിൽ, സോഷ്യൽ മീഡിയ തന്നെയാണ് ഇതിന്റെ വലിയൊരു മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തത്. പലപ്പോഴും ഇന്ത്യയിലെ വമ്പൻ മീഡിയകൾ പല കാരണങ്ങളാൽ, ഭയത്താലോ വിധേയപ്പെട്ടുകൊണ്ടോ ഒക്കെ പല രീതിയിൽ ഇവിടുത്തെ RSSന്റെയും സംഘപരിവാറിന്റെയും കുഴലൂത്തുകാരായി മാറിയത് പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ്. എക്സിറ്റ് പോളിന്റെയൊക്കെ വിശദാംശങ്ങളിൽ നമുക്കത് കാണാം. പക്ഷേ പല യൂട്യൂബർമാരും ഒരു പേരൊക്കെ നമുക്കറിയാം, അവരൊക്കെ നിർവഹിച്ച അതിസുപ്രധാനമായ രാഷ്ട്രീയ ദൗത്യം സോഷ്യൽ മീഡിയകളിലൂടെ, ബദൽ മീഡിയകളിലൂടെ ഇന്ത്യൻ ജനത ഏറ്റെടുത്തതിന്റെ ഒരു വലിയ റിസൾട്ട് കൂടി ഇതിലുണ്ട്. അഥവാ മൊത്തത്തിൽ അതിജീവനം സാധ്യമാണ്. ഇന്ത്യൻ ജനതക്ക്, ഇന്ത്യൻ മതേതരത്വത്തിന്, ഇന്ത്യൻ ഭരണഘടനക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് നൽകിയിരിക്കുന്നത്. അഹങ്കാരത്തിന്റെയും ഭയം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയിലെ സാധാരണക്കാരെ, കർഷകരെ, തൊഴിലാളികളെ, ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഭീകരഭരണത്തിനെതിരായ ഒരു വലിയ പ്രതിഷേധവും പ്രതിരോധവുമാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി അല്ലെങ്കിൽ റിസൾട്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ആ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള മുന്നേറ്റം ഇന്ത്യ രാജ്യത്തുണ്ടാകണം. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ, സമുദായ സംഘടനകൾ, അതോടൊപ്പം തന്നെ വലിയ അളവിൽ മീഡിയകളൊക്കെ ആ ജനാഭിലാഷത്തിന്റെ കൂടെ നിൽക്കണം എന്നുകൂടി വെൽഫെയർ പാർട്ടിക്ക് അഭിപ്രായമുണ്ട്. അതോടൊപ്പം ഇന്ത്യ അലയൻസിനെ പിന്നിൽ നിന്ന് പിന്തുണച്ച നിരവധിയായ ആളുകളുണ്ട്. പ്രത്യേകിച്ചും സിവിൽ മൂവ്മെന്റിന്റെ ശ്രദ്ധേയരായ നേതാക്കന്മാർ, യോഗേന്ദ്ര യാദവ്, SP ഉദയകുമാറിനെ പോലെയുള്ള സിവിൽ മൂവ്മെന്റിന്റെ വലിയ ലീഡേഴ്സ്, അതേപോലെ തന്നെ നിരവധിയായ സമുദായ സംഘടനാ നേതാക്കന്മാർ, മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പല NGOകൾ ഉൾപ്പെടെയുള്ളവർ ഡൽഹി കേന്ദ്രീകരിച്ചൊക്കെ വലിയ വർക്ക് നടത്തിയതിന്റെ കൂടി റിസൾട്ടാണിത്. തീർച്ചയായും അങ്ങനെ ഒരുമിച്ച് ഇന്ത്യ രാജ്യം നിന്നപ്പോൾ, ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികളുടെ കൂടെ നിന്നപ്പോൾ ഇന്ത്യ വിജയിക്കുകയായിരുന്നു. നരേന്ദ്രമോദിയും ഇന്ത്യയും തമ്മിലുള്ള മത്സരമായിരുന്നു. നരേന്ദ്രമോദിയും ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ മതനിരപേക്ഷതയും ഇന്ത്യൻ ജനതയും തമ്മിലുള്ള മത്സരമായിരുന്നു. അതിലാണ് ഈ ശ്രദ്ധേയമായ മുന്നേറ്റമുണ്ടായത്. ആ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്ത എല്ലാ പാർട്ടികളെയും, പാർട്ടി നേതാക്കളെയും, മീഡിയ പ്രവർത്തകരെയും, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും വെൽഫെയർ പാർട്ടി വളരെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. തൃശ്ശൂരിനെ കുറിച്ച് സൂക്ഷ്മമായ വിശകലനം രാഷ്ട്രീയ പാർട്ടികളും മാധ്യമ പ്രവർത്തകരും സാമൂഹ്യ സംഘടനകളൊക്കെ നടത്തണമെന്ന് തന്നെയാണ് ഞങ്ങൾക്കുള്ള നിലപാട്. അപ്പോൾ തൃശ്ശൂരിൽ BJP നടത്തിയ വലിയൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അത് വളരെ സൂക്ഷ്മമായി പഠിക്കേണ്ടതാണ്. ആരെയൊക്കെ ഏതൊക്കെ സ്വഭാവത്തിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായ പഠനം കേരളം നടത്തണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് കേരളത്തിന്റെ ഒന്നും ഓപ്പറേഷനല്ല, നരേന്ദ്രമോദിയും അമിത്ഷായും തന്നെ നേതൃത്വം കൊടുത്ത ഓപ്പറേഷനാണ്. നരേന്ദ്രമോദി വിവാഹത്തിന് വരുന്നത് മുതൽ അദ്ദേഹത്തിന്റെ ഓരോ പ്രഖ്യാപനങ്ങളും നമുക്കറിയാം. പല രീതിയിൽ ആ വർക്ക് ഫോം ചെയ്തതിന്റെ റിസൾട്ട് കൂടിയാണത്. രാഷ്ട്രീയ പാർട്ടികൾ വളരെ സൂക്ഷ്മമായ പഠനം അതിനെക്കുറിച്ച് നടത്തണം. അതിൽ ഏതൊക്കെ സ്വഭാവത്തിൽ സ്വാധീനം ചെലുത്തി അത് നമുക്കത് സൂക്ഷ്മമായി പഠിച്ചാൽ കാണാം. അവിടെ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ ഇഷ്യൂ മുതൽ തൃശ്ശൂരിൽ മോഡി പങ്കെടുത്ത സ്ത്രീകളുടെ പരിപാടിയും മറ്റുമൊക്കെ വെച്ച് പരിശോധിച്ച് നോക്കിയാൽ വലിയൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ചില സമുദായങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ച നിലപാടുകൾ, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വലിയ പഠനം നടത്തണം. ഞാൻ പറയുന്നത് അത് കേരളത്തിൽ ഒരു സംഘപരിവാർ മുന്നേറ്റം രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഒരു
ഇടമായി തൃശ്ശൂരിനെ BJP മാറ്റും. അത് നമുക്കറിയാവുന്നതാണ്, അവരുടെ രീതി നമുക്കറിയാവുന്നതാണ്. ഗുജറാത്തിൻ്റെ ഒരു രീതിയിൽ ആണ് വർക്ക് ചെയ്തതെന്നൊക്കെയുള്ള നിരീക്ഷണങ്ങൾ മാധ്യമപ്രവർത്തകർ തന്നെ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷ്മ പഠനം അതിനെക്കുറിച്ച് നടത്തേണ്ടതുണ്ട്. അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ, ഏതൊക്കെ എവിടെ നിന്നൊക്കെ വോട്ട് പോയി എന്നതിനെക്കുറിച്ചുള്ള വലിയ വിശകലനം നടക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത്. വെൽഫെയർ പാർട്ടിയും അതിനെക്കുറിച്ച് സൂക്ഷ്മമായി പഠിക്കുകയാണ്. അത് ഏതെങ്കിലും ഒരു മുന്നണിയിലെ വിഷയം മാത്രമല്ല, അതിനേക്കാൾ അപ്പുറമുള്ള ചില വിഷയങ്ങൾ അതിലുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് സൂക്ഷ്മമായി പഠിച്ച് ശക്തമായ സാമൂഹ്യ ഇടപെടലുകൾ നടത്തണം. കാരണം ഇന്ത്യയെ നശിപ്പിച്ച് ഭിന്നിപ്പിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു കക്ഷി ഇന്ത്യൻ ജനത അതിൽ നിന്ന് പുറകോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ കേരളത്തിൽ അത് ശക്തിപ്പെടാൻ പാടില്ല എന്നത് നമ്മുടെ നിലപാട് തന്നെയാണ്. തിരുവനന്തപുരത്തൊക്കെ അത്തരം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്കറിയാം. അവസാന ഘട്ടത്തിൽ ഉണ്ടായ ഒരു മുന്നേറ്റമാണ്. തീർച്ചയായും തിരുവനന്തപുരത്തെ വോട്ടർമാർ എല്ലാ കുപ്രചരണങ്ങളെയും പല രീതിയിലുള്ള പ്രചരണങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് ഇന്ത്യയുടെ അഭിലാഷത്തിന്റെ കൂടെ നിന്നതിന്റെ വലിയ തെളിവാണ്. വീണ്ടും പലവിധ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ശശി തരൂർ തിരുവനന്തപുരത്ത് ജയിച്ചത്. അപ്പോൾ തൃശ്ശൂരിലെ വിജയം മാത്രമല്ല, തൃശ്ശൂരിൽ ഉൾപ്പെടെ പല നിയമസഭാ മണ്ഡലങ്ങളിലും ഉണ്ടായ മേൽക്കൈയെല്ലാം വെച്ചുകൊണ്ട് സൂക്ഷ്മ പഠനം കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ നടത്തണം, സമുദായ സംഘടനകൾ നടത്തണം, മറ്റ് സിവിൽ മൂവ്മെന്റുകൾ അതിനെക്കുറിച്ച് ആലോചിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ജലവാരിയറിയൽ കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന വിഷയമൊന്നുമല്ല. ഇന്ത്യയിൽ രൂപപ്പെട്ട ഐക്യം കേരളത്തിൽ രൂപപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വെൽഫെയർ പാർട്ടിയുടെ നിലപാട്. അത് നമുക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആലോചിക്കാം. ഏതായിരുന്നാലും ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് വരും, അതുപോലെ പാലക്കാട് വരും, ചിലപ്പോൾ വയനാട് തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. ആ ഘട്ടത്തിൽ ആലോചിച്ച് നിങ്ങളോടൊക്കെ പറയും. ഞങ്ങൾ നിങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ എല്ലാ ഘട്ടത്തിലും മുന്നോട്ട് പോകാറുള്ളത്. അതൊക്കെ നിങ്ങൾക്കറിയാം അതിൻ്റെ വിശദാംശങ്ങളൊക്കെ. കേരളത്തിൽ വെൽഫെയർ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന വർക്ക് നമുക്കറിയാം. അത് UDF അംഗീകരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അത് LDFിലെ ചില ആളുകൾ തന്നെ പറയുന്നുണ്ടല്ലോ, ആരാണ് UDFിൻ്റെ സംഘടനയൊക്കെ ചലിപ്പിച്ചത് എന്നൊക്കെ. അതൊക്കെ അവർക്കുള്ള ബോധ്യം കൊണ്ട് പറയുന്നതാണല്ലോ. അപ്പോൾ വെൽഫെയർ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിലും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രഖ്യാപനം ഈ തെരഞ്ഞെടുപ്പിലും നടത്തിയിട്ടുണ്ട്. ആലോചനകളും ചർച്ചകളും ഒക്കെ നടത്തിയിട്ട് അത്തരം ചുവടുവെപ്പുകൾ പല ഘട്ടങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഇടതുമുന്നണിയും LDFും UDFും ഒക്കെ ആയിട്ട് പല ഘട്ടങ്ങളിൽ നമ്മൾ ചർച്ച നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ രാഷ്ട്രീയമായ ശത്രുവായിട്ട് BJPയെ മാത്രമേ കാണുന്നുള്ളൂ. അത് ഇന്ത്യ രാജ്യത്തിന്റെ ശത്രുവാണ്, വിദ്വേഷ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഫാസിസ്റ്റ് ഭരണകൂടത്തോടും ഫാസിസ്റ്റ് പാർട്ടിയോടുമുള്ള ഞങ്ങളുടെ നിലപാട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതെന്നാണ്. ജനാധിപത്യ പ്രസ്ഥാനങ്ങളുമായി ഞങ്ങൾ ധാരണയായിട്ടുണ്ട്, ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ആ ചർച്ചകളുടെയൊക്കെ ഒടുവിൽ രാഷ്ട്രീയ തീരുമാനമെടുത്തിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്രയാണ് അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കുറെ കൂടി ആഴത്തിലുള്ള ഇന്ത്യയിലെ ഒരു വലിയ മുന്നേറ്റം എന്ന നിലക്ക് തന്നെയാണ് നമ്മൾ ഇന്ത്യ മുന്നണിയെ പിന്തുണക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് UDFിനെ കേരളത്തിൽ നമ്മൾ പിന്തുണക്കാൻ തീരുമാനിച്ചത്. ഓക്കെ, വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് വലിയ ദൗത്യം ഇനിയുണ്ട് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ച് ഈ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ മണ്ണൊരുക്കാനുള്ള സംഘപരിവാർ RSS ശ്രമം ശക്തമായി നടക്കും. അത് ഇനിയുള്ള നാളുകളിൽ കൂടുതൽ നടക്കും. അതിനെ പ്രതിരോധിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെ കൂടുതൽ കഴിയുക മീഡിയ പ്രവർത്തകർക്കാണ്. നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ആ മുന്നേറ്റം നിർവഹിക്കണമെന്ന് എനിക്ക് വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, എല്ലാവർക്കും